ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുട്ടി ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. വെളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇൻട്രോയൊന്നും എടുത്തില്ല, വീഡിയോയൊന്നും എടുത്തില്ല, എന്താ കാര്യം, എവിടെ പോവുകയാണെന്ന് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മളൊരു ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഒരു കുട്ടി ഉടുപ്പ് നമുക്ക് വാങ്ങണം. അതെ, ആർക്കാണ് എന്താണെന്നൊക്കെ ഉള്ളത് പുറകെ വരും. അപ്പോൾ ഒരു കുട്ടി ഉടുപ്പ് വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കട അന്വേഷിച്ച് വന്നതാണ്. ഇവിടെ കയറാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഒരു ഡ്രസ്സ് കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അന്ന് തുറന്ന് നോക്കിയില്ല, പുറമേ കണ്ടതേ ഉള്ളൂ. പക്ഷെ കണ്ട് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അത്ര സെറ്റപ്പ് ഒന്നും തോന്നിയില്ല. പിന്നെ കയറിയതായതുകൊണ്ടും ഒക്കെ നമ്മൾ കുറച്ചൊക്കെ നോക്കി നമ്മൾ ലാസ്റ്റ് ഒരു ഡ്രസ്സൊക്കെ എടുത്തു. പിന്നെ എനിക്ക് ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആ ബൊമ്മയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജീവനുള്ളതാണെന്നാണ് അവളുടെ ഒരു വിചാരം. അപ്പോൾ അതുകൊണ്ട് അതിന് ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളതിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് കയറി കഴിഞ്ഞാൽ അവൾക്ക് പിന്നെ ഇറങ്ങാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ഈ സ്വെറ്ററിൻ്റെയൊക്കെ വില ചോദിക്കണം. അപ്പോൾ ചേട്ടനോടി വന്ന് എന്നോട് ചോദിച്ചു സ്വെറ്റർ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു വലിയ മഴയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്നു കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ തന്നെ നടന്ന് പോകണം. സ്റ്റെപ്പ് മാത്രമല്ല, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൾക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു ആവക്കുട്ടിക്ക് ഒരു വള മാറിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ മലബാർ ഗോൾഡിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ എമൗണ്ടിൻ്റെ ഒന്നുമല്ല, ചെറിയൊരു സാധനം നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ വളരെ ചെറുതല്ല, കാരണം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണം പൊട്ടിപ്പോയി. അപ്പോൾ അതിനേക്കാളും ഇച്ചിരും കൂടി കട്ടി കൂടിയത്, കാരണം പിള്ളേരൊക്കെയാണ് അവിടെ ഇവിടേക്ക് ഇട്ട് അടിച്ചും തല്ലിയൊക്കെ വേഗം പൊട്ടിപ്പോകും. അപ്പോൾ അത് കാരണം ഇച്ചിരി കട്ടിയുള്ളത് വാങ്ങണം എന്നാണ് ആഗ്രഹം. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ ഒരു ഫാമിലി പോയി എല്ലാവർക്കും നമ്മളെ അറിയാം. നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുക്കണമെങ്കിൽ സാധാരണ ഇങ്ങോട്ടേക്കാണ് കേട്ടോ ഓര് വരാറ്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ മേടിക്കുന്നില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണം, നിങ്ങളെ കാണിക്കാനൊക്കെ ഒരു വെറുതെ ഒരു സന്തോഷം. അതുകൊണ്ട് നമുക്കൊരു വള എടുക്കാൻ പോകുന്നതൊക്കെ നമ്മൾ ചുമ്മാ പച്ചക്കറി മേടിക്കാൻ പോകുന്നതൊക്കെ പറയണ പോലെ നമ്മൾ തമാശയ്ക്ക് പറയുന്ന പോലെയൊക്കെ ആയിപ്പോട്ടെ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് ഇവിടെ ആവുട്ടി അലമ്പായിരുന്നു. ഓരോ മുക്കിനും മൂലയിലും ആവുട്ടിയുടെ ഒരു കരസ്പർശമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വള മേടിച്ചു, 2 വള നോക്കി, ഇഷ്ടപ്പെട്ടു, 2 കയ്യിലിട്ട് കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. അവൾ ഊരി തരില്ല എന്നുള്ള കാര്യം. ഭയങ്കര പ്രശ്നമായി, ഒരു രക്ഷയില്ല. വള 2 ഊരി തരില്ല. ലാസ്റ്റ് പിടിച്ച് പറിച്ച് വലിച്ച് ഒരെണ്ണം ഊരിയെടുത്തു. നമുക്ക് 2 മേടിച്ചുകൊണ്ട് ഫാൻസി കടയിലൊക്കെയാണെങ്കിൽ പിന്നെ ഇഷ്ടമുള്ളത്രയും വാരി എടുത്തുകൊണ്ട് പോരാൻ കുഴപ്പമില്ല. പക്ഷേ ഇത് നമുക്ക് അതിൽ കൂടുതൽ വാങ്ങാൻ, ഒരെണ്ണത്തിൽ കൂടുതൽ വാങ്ങാൻ പറ്റുമോ? അപ്പോൾ നമ്മൾ കുറേ കഷ്ടപ്പെട്ട് ഒരെണ്ണം തിരിച്ച് മേടിച്ചു. രണ്ടാമത്തേത് ഓക്കെ, അത് ഊരാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ അവിടുത്തെ ചേച്ചി പറഞ്ഞു അതിൻ്റെ ടാഗ് മാത്രം ഊരി തന്നാൽ മതി, വള കയ്യെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ടാഗ് മാത്രം ഒരു തരത്തിൽ പൊട്ടിച്ച് കൊടുത്തു. വള അവൾ നമുക്ക് തരുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവരവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ച വളയൊക്കെ വാങ്ങി തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നപ്പോഴാണ് നമ്മുടെ ഒരു ചക്ക നല്ല സൂപ്പറായിട്ട് പഴുത്തിരിക്കുന്നത്. പഴുക്ക മാത്രമല്ല, പഴുത്തത് ചീയാനും തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡ് കുറച്ച് ഭാഗം ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ ഇവിടെ അടുത്തുനിന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ അതിൻ്റെ ഒരു അച്ചയാണ് കയറി ഇട്ടത്. അതിൻ്റെ ഒരു സൈഡ് ചീഞ്ഞ് തുടങ്ങിയായിരുന്നു മേളിൽ പ്ലാവിൽ നിന്നിട്ട് തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അധികം ഒന്നും കിട്ടിയില്ല ചോള ഇതിനകത്തു നിന്നൊന്നും, കുറച്ചൊക്കെ കിട്ടിയുള്ളൂ. കണ്ട് ഈ ഭാഗം ഫുള്ള് ഇത് ചെയ്യാൻ തുടങ്ങിയായിരുന്നു കേട്ടോ. 2 ദിവസം മുന്നേ വിട്ടുപോയിരുന്നെങ്കിൽ കുറച്ചുകൂടിയൊക്കെ കിട്ടിയാനായിരുന്നു. പക്ഷേ നമ്മളത് സമയമില്ലാത്തത് കൊണ്ടും ഇപ്പം ഞാനിത് വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അവക്കുഞ്ഞും അച്ഛൻ ഉറങ്ങുവാണ്. ഇല്ലെങ്കിൽ അവളുണ്ടെങ്കിൽ അവൾ ഇത് സമ്മതിക്കില്ല ഇത് ചെയ്യാനായിട്ട് കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ കിടന്നങ്ങ് ഉരുണ്ട് കളയും, അതുപോലത്തെ പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു ചക്കയുടെ ഒരു സീസണാണല്ലോ, മാങ്ങയൊക്കെ തീർന്നു തോന്നുന്നു മിക്ക സ്ഥലത്തും. ഇപ്പം മാങ്ങയൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. മാങ്ങയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ തീർന്നപ്പം അതിനോടൊരു ഭയങ്കര ഒരു തീർന്നപ്പോഴേ തുടക്കവും തീരുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇതാണല്ലോ. അപ്പോൾ ചക്ക അന്നും ഇന്നും എപ്പോഴും ഭയങ്കര ഇപ്പോഴും ഉണ്ട്, മിക്ക സ്ഥലങ്ങളിലും ഉണ്ട്. നമുക്കിവിടെ നമ്മൾ വാടക വീടൊക്കെ ആയതുകൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് പ്ലാവും മാവൊന്നും ഇല്ലാത്തത് കൊണ്ട് ആരെങ്കിലുമൊക്കെ തന്നാൽ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടിയാലാണ് നമ്മൾ കഴിക്കുന്നത്. മാങ്ങയൊക്കെയാണ് പിന്നെ പൈസ കൊടുത്ത് മേടിക്കും കേട്ടോ. ചക്ക നമ്മൾ ഇതുവരെ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. ഇനി വരുമോ എന്നറിയില്ല. ഇടയ്ക്കൊക്കെ ഈ സ്ഥലങ്ങളിൽ റോഡിലൊക്കെ കാണുമ്പോൾ ഇല്ലാതിരുന്ന സമയത്തേ പറയുന്നത് നമുക്കൊരു ചക്ക മേടിച്ചാലോ. പിന്നെയും വേണ്ട, ചക്കയൊക്കെ പൈസ കൊടുത്ത് മേടിച്ച് എങ്ങനെ ശരിയാവണേ, പ്ലാവിലൊക്കെ വെറുതെ കിടന്ന് പോകുന്നൊരു സാധനമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അധികം മേടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോയിട്ടില്ല കേട്ടോ. അപ്പം വളയൊക്കെ വള വാങ്ങിയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ എനിക്കൊക്കെ കണക്കങ്ങോട്ട് ഒരു രീതിയിൽ മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ വന്നതിന് ശേഷം നമ്മൾ ചക്കക്കുരു മാങ്ങ കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സീസണിൻ്റെ ഒരു ട്രെൻഡാണല്ലോ ചക്കക്കുരു മാങ്ങ കറി. അപ്പോൾ ആ ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛക്കൊന്നും ഈ ചക്കക്കുരു മാങ്ങയോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഈ വർഷം നമുക്ക് ചക്കക്കുരു വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ തന്നെ ചക്കക്കുരു ഒക്കെ പൊളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ചക്കക്കുരു മാങ്ങ എന്ന് പറഞ്ഞാൽ ഇത് 2 സാധനം അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോംബോ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മാങ്ങ തീർന്ന് നമ്മളിപ്പോൾ ഉപ്പിലിട്ട മാങ്ങയാണ് പച്ചമാങ്ങ തീർന്നപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അതും കൂടെ തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചക്കക്കുരു പൂട്ടിക്കെട്ടി വെക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കക്കുരു കേടാവാതിരിക്കാനുള്ളൊരു ദിവസം കൊണ്ട് വെള്ളത്തിലിട്ടിട്ട് നല്ലത്തിട്ട് ഉണങ്ങി എടുത്ത് വെക്കുവാണെങ്കിൽ കാറ്റ് കയറാതെ വെക്കുവാണെങ്കിൽ കേടാതിരിക്കുന്നു. പക്ഷേ ഞാൻ ചെയ്തിട്ട് അത് സക്സസ് ആയില്ല കേട്ടോ. ചക്കക്കുരുവിന് പച്ച കളറും മഞ്ഞ കളറും ഒക്കെ വന്നു തുടങ്ങി. പിന്നെ എനിക്ക് ഏറ്റവും വലിയ ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ബെഡ്ഷീറ്റ് വിരിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പം എനിക്ക് ചെയ്യാൻ മടിയും ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ ഏറ്റവും ഭംഗിയുള്ളൊരു സംഭവമാണിത്. ഈ ഒരു ബെഡ്ഷീറ്റ് ഒരു 299 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചാണ് കേട്ടോ. കാണാൻ ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്, ഒരു ഹൈ ക്ലാസ് ലുക്കൊക്കെ ഉണ്ട് കേട്ടോ ഇട്ട് കഴിയുമ്പോൾ. കാര്യം പോളിസ്റ്ററാണ്, കട്ട പോളിസ്റ്റർ അല്ല എന്നാലും പോളിസ്റ്ററാണ് കേട്ടോ. പക്ഷേ നല്ല രസമാണ് നമ്മൾ വിരിച്ച് കഴിയുമ്പോൾ കേട്ടോ, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ അവർക്കൊരു വളയൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വന്നു കേട്ടോ. തിരിച്ചു വന്ന് ഇപ്പം ഇന്നലെ ആയിരുന്നു ബാക്കി വീഡിയോസൊക്കെ എടുത്ത് വൈൻഡപ്പ് ഇന്നാണ് പറയുന്നത്. വള മേടിച്ചു. വളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് ആ വള ഫസ്റ്റ് ബർത്ത്ഡേക്ക് അവക്കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ചേട്ടായി മമ്മി അവരെല്ലാവരും കൂടി ഗിഫ്റ്റ് തന്നതാണ് ആ വള. അത് 1 വർഷം ഉപയോഗിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അവൾ ഈ നിലത്തിട്ട് അടിച്ചടിച്ച് ആ സമയത്തൊക്കെ നമുക്ക് പറഞ്ഞിങ്ങനെ എഴഞ്ഞൊക്കെ പോണ ഒരു സമയമാണല്ലോ. അപ്പം അന്നേരം നിലത്തിട്ട് അടിച്ചടിച്ച് അത് പൊട്ടിപ്പോയി. ഇപ്പോഴാണ് പൊട്ടുന്നത് കേട്ടോ. ചിരിച്ച പൊട്ടലുണ്ടായിരുന്നു. പിന്നെ അതിങ്ങനെ എവിടെയെങ്കിലും ചാടി പോയാലോ എന്ന് ഓർത്തോണ്ട് ഞങ്ങൾ ഊരി വെച്ചേക്കുമായിരുന്നു. പിന്നെ കയ്യിലൊന്നും ഇല്ലാണ്ട് കൈ ഇങ്ങനെ വെറുതെ കിടക്കുന്ന കണ്ടപ്പോൾ ഒരു വിഷമം. പിന്നെ സ്വർണ്ണത്തിന് ഭയങ്കര വിലയാണ്, മേടിക്കാനൊക്കെ ഇച്ചിരി ടാസ്ക്കാണ്. എന്നാലും അവളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കിടക്കണേ. അതായത് സ്കൂളിലൊക്കെ പോയി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഇടിക്കാറൊന്നും പറ്റത്തില്ലല്ലോ, എല്ലാ സംഭവങ്ങളും ഊരി വയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് അവളുടെ കയ്യിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേടിച്ചതാണ്. അപ്പോൾ ഭയങ്കര സന്തോഷം. കുറച്ച് കാശ് കയ്യിൽ നിന്ന് പോയപ്പോൾ ഒരു വിഷമമുണ്ട്, എന്നെ തന്നെ കണ്ണാടിയിൽ കാണുന്നു വിഷമമുണ്ട്. അതുപോലെ അവളിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം നമുക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുട്ടി വീഡിയോ. ഞാൻ അവളുടെ കയ്യിൽ കിടക്കണമെന്ന് കാണിക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്താ പറയുക, ആളുറങ്ങിപ്പോയി. നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോഴും. അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു ഗോൾഡ് പർച്ചേസിങ് വീഡിയോ അല്ല, പർച്ചേസിങ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. വളരെ ചെറിയൊരു സാധനമാണ് നമ്മൾ വാങ്ങിച്ചത്. വലിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം ആഗ്രഹം ഇല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞാൽ. എനിക്കങ്ങനെ വലിയ എനിക്കെന്നല്ല, ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഗോൾഡിനോടല്ല സംഭവമൊന്നുമില്ല. പിന്നെ കൊച്ചിട്ട് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. നല്ല കാലാവസ്ഥയാണ്, അതായത് മഴയൊക്കെ മാറി. എന്താണെന്നറിയില്ല, മഴയൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പം നല്ല വെയിൽ തെളിയുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇത് കണ്ടോ, നല്ല വെയിലാണ്, നല്ല വെയിൽ. ഇവിടെയൊക്കെ നല്ല സൂപ്പർ വെയിൽ ഒക്കെ കിടക്കുന്ന കണ്ടോ, അനാഥമായിട്ട്. ഒരു ചെരുപ്പിൻ്റെ ഒരു പയറേ കാണുള്ളൂ കേട്ടോ, ബാക്കി അവൾ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഈ ചെരുപ്പിനോടൊരു ഭയങ്കര, അവളുടെ ചെരുപ്പ് മാത്രമല്ല നമ്മുടെ ചെരുപ്പിനോടും ഭയങ്കര ക്രീസാണ്. അത് നമ്മുടെ കാലിൽ ഇപ്പോൾ ഒരു ചെരുപ്പ് കിടക്കുകയാണെങ്കിൽ ആ ചെരുപ്പ് മാറ്റിയിട്ട് അവൾ കൊണ്ടുതരുന്ന ചെരുപ്പിടണം. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ പുതിയ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്. എത്രത്തോളം നല്ലതെന്നറിയില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. പറ്റണവരൊക്കെ കമൻറ്റ് ചെയ്യുക, പറ്റണവരൊക്കെ വീഡിയോ കാണുക, അത്രയൊക്കെ പറയുന്നുള്ളൂ. ഞാൻ എൻ്റെ ഒരു മാക്സിമം വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാത്തത് കാരണം വേറൊന്നുമില്ല, നമ്മുടെ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്നുള്ളത് കൊണ്ട്. ഇല്ല, നമ്മളെല്ലാവരും മറന്നു, അതാണ് എൻ്റെ കാര്യം. ഓക്കെ, കാറ്റിടയ്ക്കിടയ്ക്ക് വീശുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുയിലാണ് തോന്നുന്നു, എന്തൊക്കെയോ കിളികളുടെ കളകളാരവം കേൾക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്താ പറയുക, വീഡിയോസ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ ഒരുപാട് പേരുടെ സപ്പോർട്ടൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ യൂട്യൂബ് നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഒരു അളവ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. എല്ലാവരും കാണുമ്പോൾ പറയാറുണ്ട്, നിങ്ങളെന്താ വീഡിയോ ഇടുന്നില്ലേ, ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. എന്നാൽ അത് വരാത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവരിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തും. ഇത് നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 1 മാസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ വീഡിയോ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാത്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും കേൾക്കുമ്പോൾ വിഷമമാവും, നമ്മൾ ഡെയിലി വീഡിയോ ചെയ്തിട്ട് അവർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ലല്ലോ, ആരും കാണുന്നില്ല, അവർക്കൊന്നും ചെല്ലുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. കാറ്റ് സോറി കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് കണ്ടിന്യൂസ് വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ദൈവാനുഗ്രഹിച്ച് നമ്മളുടെ ഒരു ഓട്ടപ്പാച്ചിലിനിടയിലൊക്കെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു.
ഓക്കെ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഒരു 3-4 വർഷമായിട്ട് നമ്മുടെ കൂടെയുണ്ട്. അപ്പം മുന്നോട്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരുപാട് പുതിയ ആളുകളൊക്കെ കടന്നു വരുന്നുണ്ട്, യൂട്യൂബിലേക്കായാലും ഫേസ്ബുക്കിലേക്കായാലും ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും ഇത് ഉപയോഗിക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഏത് രീതിയിലായാലും നമ്മളെല്ലാ മേഖലയിലും നമ്മുടെ ഒരു കൈ കടത്തി നോക്കുക എന്നുള്ളതൊരു നല്ല കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഇതിലേക്ക് വരിക, അതുപോലെ തന്നെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എല്ലാ മേഖലയിലും നമ്മൾ കൈ കടത്തണം, അതാണ് അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ മുന്നോട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും ബൈ.